ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ റീസെൻ്റ് ആയിട്ട് വായിച്ച കുറച്ച് ബുക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റീഡിങ് മന്ത് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി പോകുന്നു എന്ന് വിചാരിക്കുന്നു. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 3 ബുക്സും ലിറ്റററി ഫിക്ഷൻ ജോൺറയിൽ വരുന്നതാണ്. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് ദ വാനിഷിംഗ് ഹാഫ് ബൈ ബ്രിഡ് ബെനറ്റ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ ടൗണിലാണ്. അപ്പോൾ ആ ടൗണിൽ ഡസ്കി സ്കിൻ ടോണിലുള്ള ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമാണ്. ഈവൻ മാപ്സിൽ പോലും കണ്ടെത്താൻ പറ്റാത്ത തീരെ പോപ്പുലർ അല്ലാത്ത ഒരു സ്ഥലം. അവിടെ വളരുന്ന 2 പേര്, അവർ ട്വിൻസ് ആണ്, സ്റ്റെല്ല ആൻഡ് ഡിസൈറി. അപ്പോൾ അവർ 2 പേർക്കും ഒരുപാട് ആഗ്രഹങ്ങളാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അപ്പോൾ അവർക്ക് ന്യൂയോർക്കിലൊക്കെ പോയി അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവരൊരു ടീനേജേഴ്സ് ആകുമ്പോൾ അവർ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ന്യൂയോർക്കിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ, നമ്മൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് അവരൊന്ന് സ്റ്റേബിളായി ജോലിയൊക്കെ ചെയ്ത് സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഡിസൈറി വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് സ്റ്റെല്ലിനെ കാണാനില്ല. അപ്പോൾ സ്റ്റെല്ല ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് അവൾക്ക് വേറെ അംബിഷൻസ് ആണ്, അവളുടെ ലൈഫ് അവൾക്ക് വേറെ രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഡിസൈറിനെ ഭയങ്കരമായിട്ട് തളർത്തും. കാരണം സ്റ്റെല്ലയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അവൾ അറിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു ഡിസൈറിക്ക്. അതിനുശേഷം പിന്നെ ഡിസൈറിയുടെ ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ സ്റ്റെല്ലയും. ഡിസൈറിക്ക് അറിയായിരുന്നു സ്റ്റെല്ല ആഗ്രഹിക്കുന്നില്ല അവളെ കണ്ടെത്താൻ. അങ്ങനെ ഡിസൈറിയുടെ ലൈഫ്. അപ്പോൾ ഈ ബുക്കിൽ നമുക്ക് ഡിസൈറിയുടെ ലൈഫും സ്റ്റെല്ലയുടെ ലൈഫും വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും. ഡിസൈർ കല്യാണം കഴിക്കുന്നത് ഒരു ബ്ലാക്ക് മാനായിരുന്നു. അതുപോലെ തന്നെ സ്റ്റെല്ല ആഗ്രഹിക്കുന്നത് ഒരു വൈറ്റ് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ അവൾ കല്യാണം കഴിക്കുന്നത് വൈറ്റ് ഹസ്ബൻഡിനെയാണ്. അപ്പോൾ അങ്ങനെ ഡിസൈർക്ക് കുറച്ച് കാരണം കൊണ്ട് അവൾക്ക് ഈ പഴയ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ അവളുടെ മകളെ വളർത്തുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പോഴാണ് അവൾക്ക് ശരിക്കും സ്റ്റെല്ലിനെ മിസ് ചെയ്യുന്നത്. ഓരോ ഫാമിലി ഇങ്ങനെ വേർപെടുമ്പോൾ അവസാനം വയസ്സാകുമ്പോഴാണ് നമ്മളെ ആൾക്കാരൊക്കെ നമ്മളൊപ്പം വേണമെന്ന് വിചാരിക്കും. ഒരു ഫാമിലി എങ്ങനെ വേർപിരിഞ്ഞ് അവസാനം എന്താ പറയുക, അവരുടെ വിധി അവരെ മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം എങ്ങനെ സ്റ്റെല്ല അവളുടെ ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ചാലും അവളുടെ മകളും ഡിസൈറിയുടെ മകളും തമ്മിൽ അവസാനം കണ്ടുമുട്ടുന്നുണ്ട്. ലൈക്ക് എനിക്കിങ്ങനെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട് എന്നൊക്കെ 2 പേരും തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഒരു ഫാമിലിനെ പറ്റിയിട്ടുള്ളതൊക്കെയാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള റീഡേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. ആൻഡ് ഓൾസോ ടുവേഴ്സ് ദ എൻഡ് നമുക്ക് ശരിക്കും അവർ 2 പേരും ഒന്നിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും വിഷമമൊക്കെ വരും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനൊരു ഫാമിലി ഓറിയന്റഡ് ആളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എ വർത്ത് ബുക്ക്, ഹൈലി റെക്കമെൻഡഡ്. എനിക്കിതൊരു 4.2 സ്റ്റാർ ആയിരുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ഫൈൻഡിങ് മീ ബൈ വയല ഡേവിസ്. ഞാൻ ഈ ബുക്ക് വായിക്കുന്ന വരെ വയല ഡേവിസ് ആരാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ അവളൊരു ആക്ട്രസ് ആണ് ഹോളിവുഡിലുള്ള. അപ്പോൾ അവളുടെ ഒരു മെമ്മോയറാണ് ഈ ബുക്ക്. അപ്പോൾ അവൾ ചെറുപ്പം തൊട്ട് അനുഭവിക്കുന്ന കുറച്ച് സ്ട്രഗിൾസ്. അപ്പോൾ അവൾ വളർന്നത് തന്നെ ഒരു ബ്രോക്കൺ ഫാമിലിയിലാണ്. അവളുടെ ഫാദർ ഒരു അബ്യൂസർ ആയിരുന്നു. മദറിനെ എന്നും കള്ളുപിടിച്ച് വന്ന് അടിക്കും. അതുപോലെ തന്നെ മദർ പെട്ടെന്ന് ഒരുപാട് മക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷനിലായാലും ഡ്രസ്സിലായാലും ഭക്ഷണത്തിലായാലും ഒക്കെ ഭയങ്കര പുവറായിരുന്നു. ഒരു പുവർ ഫാമിലി ആയിരുന്നു. ഇവരെല്ലാവരും തന്നെ എന്താ പറയുക, ബെഡിൽ മൂത്രമൊഴിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരുന്നു. ഒരു 11-12 വയസ്സാവുന്നവരൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് നെക്സ്റ്റ് ഡേ അവർക്ക് എന്താ പറയുക, കുളിക്കാൻ പോലും വെള്ളമില്ലാണ്ട് അവർ അതേ ഫോമിൽ സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കംപ്ലയിൻസ്, കാരണം സ്മെല്ല് ചെയ്തിട്ടൊക്കെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഡേയും അതേ ബെഡിൽ തന്നെ കിടക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾഡ് ലൈഫായിരുന്നു അവള്. പിന്നെ അതൊക്കെ കണ്ടിട്ടായിരിക്കണം അവൾക്ക് തോന്നി ഇത് മാറണം, ഞാൻ എൻ്റെ ഫാമിലീനെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ അവളുടെ ഉള്ളിൽ, ആ ഒരു ഫയർ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ ചെറുതായിട്ട് ഡ്രാമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ സ്കിറ്റുകൾ. ആൻഡ് ദെൻ ലേറ്റർ ഓൺ അവൾ ഹോളിവുഡിൽ വരികയാണ്. അങ്ങനെയാണ് അവളെ ഫാമിലിനെ ഉയർത്തി കൊണ്ടുപോകുന്നത്. നമുക്കിതിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ഫാദർ ഒരു ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരാളായിരുന്നു. ബട്ട് അങ്ങനെ ക്രൂവലായിട്ടുള്ള ഒരാളെ ഫൊർഗീവ് ചെയ്യാൻ
പറ്റും. ലേറ്റർ ഓൺ ഫാദർ ഒരു നല്ല മനുഷ്യനായി മാറുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് വയ്യാതാകുമ്പോഴൊക്കെ ഫാദറാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമായി പിന്നെ മാറുന്നുണ്ട്. അങ്ങനെയുള്ള ആ ചേഞ്ചിനെ എങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ചുറ്റുള്ള ആൾക്കാർ നമ്മളോട് എത്ര ക്രൂവലായാലും ലേറ്റർ ഓൺ അവർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സ് അവരോടുള്ളത് മാറും. അപ്പം അതൊക്കെ ഒരുപാട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ഒരു ബുക്ക് എന്ന നിലയിൽ എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം കുറച്ച് വലിച്ചു നീട്ടിയ പോലെ തോന്നി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ റെസ്പെക്ട് ഹെർ ലൈഫ്. അവളുടെ സ്ട്രഗിൾസ് ഒക്കെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾക്ക് മെമോയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. നെക്സ്റ്റ് വൺ ഈസ് മൈ ഡാർക്ക് വെനേസ ബൈ കേറ്റ് എലിസബത്ത് റസൽ. സോ ഇതൊരു 5 സ്റ്റാർ ബുക്കായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു ബുക്ക്. എന്നെ ഒരുപാട് ഐ ഓപ്പണിങ് എന്നൊക്കെ പറയില്ലേ, വാ അടപ്പിച്ച് കളയുന്ന ഒരു ബുക്കായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇത് വായിക്കണം. എന്നാലേ ഇതിൻ്റെ ഡെപ്ത്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് ഗ്രൂമിങ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് തന്നെ. വായിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ട്രിഗർ വാർണിംഗ് ചെക്ക് ചെയ്യുക. സോ നിങ്ങൾ ട്രിഗേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആസ് എ വുമൺ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഈവൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് സെക്ഷൽ അബ്യൂസ് ആണ്. ഇതിൽ 2 ടൈം ലൈനാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ലൈൻ പാസ്റ്റ് ആണ്. വനേസയുടെ പാസ്റ്റ് ലൈഫാണ് ഫസ്റ്റ് ടൈം ലൈൻ. സെക്കൻഡ് ടൈം ലൈൻ ആണ് വനേസയുടെ പ്രസന്റ്. അപ്പോൾ വനേസ ഒരു 15 ഇയർ ഓൾഡ് ഒരു ടീനേജർ ആയിരുന്ന സമയത്ത് ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ കുറച്ചൊരു ഒറ്റപ്പെട്ട വ്യക്തിത്വമായിരുന്നു. കാരണം അവളുടെ തോട്ട്സ്, അവളുടെ ചിന്താഗതികൾ മറ്റുള്ള കുട്ടികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അവൾ കുറച്ച് കാണാൻ അത്ര എന്താ പറയുക കോലുള്ള ആളൊന്നും ആയിരുന്നില്ല. മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളൊരു പ്രെഡേറ്ററായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഇംഗ്ലീഷ് ടീച്ചറുമായിട്ട് അവളൊരു റിലേഷൻഷിപ്പിലാവുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് അത് ഒരു സെക്ഷൽ അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ശരിക്കും സംഭവിക്കുന്നത് അവളുടെ ഈ ടീച്ചർ അവളെ ട്രാപ്പ് ചെയ്യായിരുന്നു, മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. ഓരോ അബ്യൂസറും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രെഡേറ്റർ, വീക്കായിട്ടുള്ള ഒരാളെയാണ് അവർ പ്രെഡേറ്ററായിട്ട് എടുക്കുക. എന്നിട്ട് അവർ ഗ്രൂം ചെയ്തെടുക്കും അബ്യൂസിലോട്ട്. ആ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനാണ് ഇതിൽ കാണിക്കുന്നത്. സോ ഈ മാഷ് അവൾക്ക് കുറച്ച് അവൾക്ക് അറ്റൻഷൻ കിട്ടാത്തൊരു സമയത്ത് അവൾക്ക് അറ്റൻഷൻ കൊടുത്തിട്ടും, പിന്നെ അതുപോലെ ക്ലാസ്സിനിടയിൽ അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടും, പിന്നെ അവൾ എഴുതുന്ന എസ്സേനെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടും, നീ ഒരുപാട് ഡിഫറെൻ്റ് ആണ്, നിന്റെ തോട്ട്സ് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ തോട്ട്സ് ആണ് നീ ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ച് അവളെ എന്താ പറയുക, അവളെ ഗ്രൂം ചെയ്തെടുക്കും. അബ്യൂസ് ചെയ്യുന്ന സമയത്ത് അവളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കും. അവളുടെ കൺസെൻറ്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പാണ് എന്ന നിലയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ടീച്ചർ ഇത് വരുത്തി തീർക്കുന്നത്. ത്രൂ ഔട്ട് ദ ബുക്ക് നമുക്ക് കാണാൻ പറ്റും വനേസ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവള് അബ്യൂസ്ഡ് ആണെന്ന് അവളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവളുടെ മെന്റൽ സ്റ്റേറ്റ് അതിനെ സമ്മതിക്കുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു ഫുൾ ലൈഫ് അവളൊരു ഫെയിലിയർ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ടൈം ലൈനിൽ നമ്മൾ കാണുന്നത് അവളുടെ പ്രസന്റ് ലൈഫാണ്. അപ്പോൾ പ്രസന്റ്ലി അയാൾക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റ് ആയിട്ട് അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇത് നേരിട്ടിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ടൈം ലൈനിൽ കാണുന്നത്. അപ്പോഴും ശരിക്കും അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവൾ ഒരു വിക്ടിമായിരുന്നു എന്നുള്ളത്. സോ നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു അബ്യൂസർ നമ്മുടെ മൈൻഡ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ പ്രെമിസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് നമ്മളെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് ടോപ്പ് നോച്ച്. പറയാനൊന്നുമില്ല. എങ്ങനെയാണ് ഇത് എഴുതിയത്, ഇത് എഴുതിയ ഐ ഡോണ്ട് നോ ഹൗ ഷീ ഡിഡ് ഇറ്റ്. ഈ ഓതർ എഴുതിയ രീതിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ 5 സ്റ്റാർ റീഡ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബുക്സ്. നിങ്ങൾ എന്തൊക്കെ ബുക്സ് ആണ് വായിക്കുന്നത്, നിങ്ങൾ ഈ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ് ദെൻ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റിവ്യൂ ആണെന്നുണ്ടെങ്കിലോ ബുക്സ് വേണമെന്നുണ്ടെങ്കിലോ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി കമൻറ്റ് ദം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. I will see you with another video. Till then, bye bye and take care.